ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് വേൾഡ് ആണ്, റിവേഴ്സ് ആണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു, ഷോർട്ട് കട്ട് സ്വീകരിക്കുന്നു എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട്, നിങ്ങളുടെ കൂടെ അത്രയും സമയം ചെലവഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ അവരുടെ ജീവിതത്തിൽ അവരെവിടെയും എത്തിയിട്ടില്ല എന്ന് കാർഡ് പറയാണ്. അൺഫിനിഷ്ഡ് ടാസ്ക് എന്നാണ്, കംപ്ലീറ്റ് ചെയ്യപ്പെടാത്ത കാര്യത്തെയാണ്. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നവർ തിരിച്ചറിയുന്ന നിമിഷമാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരുപാട് പ്രാവശ്യം നിങ്ങളെ കാണുവാനായിട്ട് അവർ ആഗ്രഹിച്ചിട്ടുണ്ട്. ഡിലേ ആണ് സംഭവിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ആ ഒരു ഡിലേയിലേക്ക് എത്തിയിട്ടുള്ളത്? ഇവിടെ അവർ ജീവിതത്തിൻ്റെ എവിടെയും എത്തിയിട്ടില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അവരായിട്ട് തന്നെയാണ് നിങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുള്ളത്. ആ ഒരു കാരണം കൊണ്ട് അവർക്ക് എല്ലാത്തിലും ഒരു നെഗറ്റീവ് ഫീൽ വരികയാണ്. പൂർണ്ണമായിട്ടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. എങ്കിലും നിങ്ങളിലേക്ക് വരുവാനും ആഗ്രഹിക്കുന്നു. അവർ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ക്ഷമയോട് കൂടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? നിങ്ങളിലേക്ക് വരുവാനായിട്ട്. നെക്സ്റ്റ് കാർഡ് 3 ഓഫ് പെൻഡക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ കരിയറിനെയാണ് കാണിക്കുന്നത്, കമ്മ്യൂണിറ്റി, കോർപ്പറേഷനെയാണ് കാണിക്കുന്നത്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നാണ് കാർഡ് പറയുന്നത്. ഷെയറിങ് ആൻഡ് ലിസണിങ്. അവർ ചെയ്യുന്ന പ്രൊഫഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന പ്രൊഫഷനായിരിക്കാം, അറിവ് നേടുന്ന പ്രൊഫഷനായിരിക്കാം. ഇവിടെ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ബിസിയാണ്. അവിടെ ബിസി ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് 8 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്നാണ് പറയുന്നത്. ഏതൊരു കാര്യത്തിനും ഡിലേ വരികയാണ്. അൺഫോക്കസ്ഡ് എനർജി എന്നാണ് പറയുന്നത്. അവർക്കൊന്നിലും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അവരുടെ കരിയറിലാണെങ്കിൽ പോലും ശ്രദ്ധിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ അവർ പോവാണ്. അവർക്ക് കറക്റ്റായിട്ടുള്ള ദിശ കിട്ടുന്നില്ല, ഡയറക്ഷൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. അത്രയേറെ നിങ്ങളെ വേദനിപ്പിച്ചിട്ടാണ് അവർ പോയിട്ടുള്ളത്. അവർ അവരുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ നിങ്ങൾ ഒരുപാട് വേദനിച്ചിരുന്നു. ആ ഒരു വേദനയുടെ ശക്തി തന്നെയാണ് യൂണിവേഴ്സ് അവരിലേക്ക് എത്തിക്കുന്നത്. തിരിച്ചറിവാണ് അവരിലേക്ക് കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് കാർഡ് ഫൂളാണ്, റിവേഴ്സ് ആണ് കാർഡ് വന്നിട്ടുള്ളത്. ഈ ഒരു ബന്ധത്തെ കുറിച്ചിട്ട് നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഫുൾ കാർഡിലൂടെ പറയുന്നത്. ഓൾറെഡി നിങ്ങൾക്കറിയാം ഈ ഒരു ബന്ധം എന്തായിരുന്നു എന്നറിയാം. നിങ്ങളോട് പറഞ്ഞിട്ടാവാം അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. എല്ലാവരുടെ എനർജി അല്ല, കുറച്ച് പേരുടെ എനർജി. നിങ്ങളോട് പറയാതെയും നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയിട്ടുള്ള എനർജീസിനെയും കാണിക്കുന്നുണ്ട്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് ആൻസർ തന്നിട്ടുണ്ട്. അവരുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതാണോ അല്ലയോ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ചില സന്ദർഭങ്ങളിൽ എനർജി നഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ നിങ്ങൾ വിഡ്ഢിയായോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം എഫേർട്ട് എടുത്ത് ഞാൻ നിന്നിട്ടുള്ളത്? ഞാൻ വിഡ്ഢിയായി പോയോ? ഇവിടെ അനലൈസ് ചെയ്യാണ് ഈ ഒരു ബന്ധത്തെക്കുറിച്ച്. നിങ്ങൾ അതിൻ്റെ വരും വരായികകൾ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ഈ ബന്ധത്തിൽ നിങ്ങൾ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ചിന്തിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ തളർന്നു പോകുന്നുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം തിരിച്ചറിയുന്നു എന്നാണ് ലവേഴ്സ് കാർഡ് റിവേഴ്സ് പറയുന്നത്. ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആയപ്പോൾ മുതൽ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ആദ്യമൊക്കെ നിങ്ങൾ ചേസ് ചെയ്തു പോയിരുന്നു. പിന്നീട് നിങ്ങൾ സെൽഫ് ലവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രോഗ്രസിനെ നിങ്ങൾ കാണുകയാണ്. അവർ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നല്ല, എങ്കിലും നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് ആണ് നോക്കുന്നതെന്ന് പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് സംഭവിച്ചിട്ടുള്ളത് മാനിപ്പുലേഷൻ ആണ്. വ്യക്തികളുടെ ഇടപെടൽ കാണിക്കുന്നുണ്ട്. അതുതന്നെയാണ് അവരിലേക്കൊരു ഇംബാലൻസിനെ കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ന വ്യക്തി ആരാണെന്ന് ഇന്നവർ തിരിച്ചറിയുന്ന നിമിഷത്തെ കാണിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ നിങ്ങളുടെ വാല്യൂവിനെ കാണിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് എന്താണ് പറയുന്നത്? 4 ഓഫ് സ്വർഡ്സ് കാർഡ് റിവേഴ്സ് ആണ്. ഇവിടെ
റിക്കവറിങ് ടൈം എന്നാണ് പറയുന്നത്. തിരിച്ചറിവിൻ്റെ വക്കിലാണ്, പാതയിലാണ് അവർ. അവരും നിങ്ങളും തമ്മിലുള്ള കർമ്മ എൻഡായിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹം എന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നു, സെൽഫ് കെയർ ചെയ്യുന്നു, നിങ്ങളുടെ പ്രോഗ്രസ് നോക്കുന്നു. ആ ഒരു നിമിഷം തന്നെയാണ് അവരിലേക്ക് മാറ്റം വരുന്നത്. ഇന്ന് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വേദന തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു സോളിനെയാണല്ലോ ഞാൻ നഷ്ടപ്പെടുത്തിയത് എന്നുള്ള ചിന്തയാണ് കാണിക്കുന്നത്. അവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് നിങ്ങളാണെന്ന് അവർ തിരിച്ചറിയാണ്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റം അവരെ അതിശയിപ്പിക്കുകയാണ്. ഇന്ന് നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളെ അവർ വാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ ഡെവിൾ കാർഡ് റിവേഴ്സ് പറയുന്നത് തേർഡ് പാർട്ടിയിൽ നിന്നും അവർ റിലീസ് ചെയ്യുന്നു എന്നാണ്. ഫ്രീഡം ആണ് കാണിക്കുന്നത്. കാരണം തേർഡ് പാർട്ടി കാരണമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ളത്. ഇവിടെ ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരികയാണ്. റിലീസിങ് എനർജി എന്നാണ് പറയുന്നത്, ബ്രേക്കിംഗ് ദി ചെയിൻ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തേർഡ് പാർട്ടിയിൽ നിന്നും മോചനമാണ് കാണിക്കുന്നത്. അവരുടെ എനർജിയിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ ഇത്രയും നാളും. അവിടെ നിന്ന് മാറ്റം വന്നുകൊണ്ട് നിങ്ങളിലേക്ക് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. എവരിഡേ ഹീലിംഗ് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്തിരിക്കണം. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ആരോടും ദേഷ്യം വൈരാഗ്യം വെക്കാൻ പാടില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ എവരിഡേ ഹീലിംഗ് നിർബന്ധമായും ചെയ്യണമെന്ന് പറയുന്നു. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ്. ഇവിടെ നിങ്ങളെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന പേഴ്സണെയാണ് കാണിക്കുന്നത്. ആദ്യം അവർക്കത് ഉണ്ടായിരുന്നില്ല. മറ്റുള്ള വ്യക്തികൾ പറയുന്നതാണ് കേട്ടിരുന്നത്. നിങ്ങൾ ആരാണ്, നിങ്ങളുടെ എനർജി എന്താണെന്ന് ഇപ്പോൾ അവർ തിരിച്ചറിയുന്നു എന്നാണ് പറയുന്നത്. അവരുടെ മനസ്സിലൂടെ പോകുന്നത് ഓൾഡ് സ്റ്റോറിയാണ്. നിങ്ങളുമായിട്ട് പങ്കിട്ടിട്ടുള്ള നിമിഷങ്ങളാണ്. നിങ്ങളും അവരും പറഞ്ഞതും ചെയ്തതുമായ ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ, ചെറിയ ചെറിയ യുദ്ധങ്ങൾ, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഏതൊരു കാരണത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നത്, ആ കാരണത്തെ അവർ ഓർത്തെടുക്കുന്നു എന്നാണ്. ട്രാപ്പിൽ പെട്ടിരിക്കുകയായിരുന്നു. അവർക്ക് ബൗണ്ടറീസ് ഉണ്ടായിരുന്നു. ആ ബൗണ്ടറീസ് റിലീസ് ആയിക്കൊണ്ട് നിങ്ങളിലേക്ക് എന്നാണ് പറയുന്നത്. ഇവിടെ ലെവലിംഗ് അപ്പാണ്. തിരിച്ചറിവ് വരുമ്പോൾ തന്നെയാണ് നിങ്ങളിലേക്ക് അവർ വരുന്നത്. 3 ഓഫ് സോർഡ്സിന്റെ എനർജി നെക്സ്റ്റ് കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത്, ഈ നോ കോണ്ടാക്ട് എന്ന് പറയുന്നത് അത്രയേറെ വേദനിക്കുന്നു എന്നാണ്. ഹേർട്ട് ബ്രോക്കൺ ആണ് കാണിക്കുന്നത്, ബിറ്റർനെസ് ആണ്. അവർക്ക് രാത്രിയിൽ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല. കഴിഞ്ഞ രാത്രിയിൽ അവർ നിങ്ങളെ അത്രയേറെ മിസ് ചെയ്തിരുന്നു എന്നാണ്. അവരാണ് തെറ്റ് ചെയ്തത്. ഇവിടെ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇൻസ്പിറേഷൻ അഗെയിൻ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന വ്യക്തി അവർക്ക് മാപ്പ് കൊടുക്കുമ്പോഴാണ്. അവർക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നവർക്ക് ഫീൽ ചെയ്യുന്ന നിമിഷത്തെ കാണിക്കുന്നു. ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി എന്ന് പറയുന്നത് സൺ ആണ്. ഒരു കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ഈ റീഡിംഗ് കാണുന്ന നിമിഷം ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ പേഴ്സൺ തിരിച്ചറിവ് വന്നുകൊണ്ട് എന്നിലേക്ക് വരണം. അത് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ സൺ കാർഡിലൂടെ കാണിക്കുന്നത്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു. ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുഡ് സൈൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ യൂണിവേഴ്സ് അത് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ് നിങ്ങൾ സന്തോഷിക്കുന്ന നിമിഷത്തെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കറന്റ് ഫീലിംഗ്, കറന്റ് എനർജി കാണിക്കുന്നത്. ഒറക്കിൾ ഡെക്ക് എടുക്കാം. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ആദ്യത്തെ കാർഡ് നിഗ്ലെക്റ്റ് എന്നാണ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് നൽകുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾ ചോദിച്ചിട്ടുള്ള, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള സ്നേഹം അവർക്ക് തിരിച്ച് നൽകാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ആ കാര്യത്തെ ഇപ്പോൾ അവർ മനസ്സിലാക്കാണ്. നിങ്ങൾ എത്ര കണ്ട് അവരെ സ്നേഹിച്ചിരുന്നു എന്നവർ മനസ്സിലാക്കാണ്. നിങ്ങളുടെ സ്നേഹം ആത്മാർത്ഥമായിട്ടുള്ളതായിരുന്നു എന്ന് അവർ മനസ്സിലാക്കാണ്. നെക്സ്റ്റ് കാർഡ് കൺഫ്യൂഷൻ. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് അവ്യക്തതയാണ് തോന്നുന്നത്. എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞാനെടുത്ത തീരുമാനം തെറ്റായി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എനിക്ക് ഒന്നും ക്ലിയർ ആവുന്നില്ല എന്നവർ പറയാണ്. അപ്പോൾ അവരുടെ തെറ്റ് തന്നെയാണ് ഈ ബന്ധത്തിൽ ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വരുത്തിയിട്ടുള്ളത്. ഈ ഒരു ഡിസ്റ്റൻസ് ഇത്രത്തോളം തീവ്രമായിട്ടുള്ളത് അവരാണ് എന്നവർ തിരിച്ചറിയാണ്. നെക്സ്റ്റ് കാർഡ് അൺഫിനിഷ്ഡ് ബിസിനസ് എന്നാണ്.
വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ്. നമുക്ക് ഇനിയും ചർച്ച ചെയ്യാനുണ്ട്, പരിഹരിക്കാനുണ്ട് എന്ന് പറയാണ്. അപ്പോൾ പാസ്റ്റിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ, കാര്യങ്ങളെക്കുറിച്ച് കുറച്ചും കൂടി സംസാരിക്കാനുണ്ടെന്ന് അവർ ആഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾ സോൾവ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് ഡാമേജ് എന്നാണ്. വി ആർ ബോത്ത് ഹേർട്ടിംഗ് ഫ്രം ദിസ്. ഈ ഒരു സെപ്പറേഷനിൽ നമ്മൾ രണ്ടുപേരും വേദനിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ്. നിങ്ങൾ എത്ര കണ്ട് വേദനിച്ചിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. കാരണം ഇപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് മിസ്റ്റേക്സ് എന്നാണ്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. എൻ്റെ തെറ്റുകൾ തിരുത്താനായിട്ട് കഴിഞ്ഞിരുന്നെങ്കിൽ എന്നവർ ആഗ്രഹിക്കുകയാണ്. അവരുടെ തെറ്റുകൾ തന്നെയാണ് തിരുത്തേണ്ടത് എന്നവർ തിരിച്ചറിയാണ്. അപ്പം നിങ്ങളോട് അവർ അത്ര കണ്ട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയൊക്കെ ഞാൻ തിരുത്തുക, എന്തു പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിലേക്ക് വരിക? അതാണ് കാർഡ്സ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ്, ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. ഇവിടെ നിങ്ങളുടെ വശം ഞാൻ കാണുന്നു, നിങ്ങളുടെ സൈഡ് ഞാൻ മനസ്സിലാക്കുന്നു. നീ എത്ര കണ്ട് വേദനിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ ആരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളെ അവർ മനസ്സിലാക്കി തുടങ്ങിയെന്നാണ്. ആദ്യം ഈ ഒരു ബന്ധത്തിൽ ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യമാണ് അണ്ടർസ്റ്റാൻഡിങ്. നെക്സ്റ്റ് കാർഡ് റണ്ണർ എന്നാണ്. ഐ ഡോണ്ട് വാണ്ട് ടു റൺ എനിമോർ. നിന്നിൽ നിന്നും അധികമൊന്നും ഓടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. അവര് ഓടി ഓടി മതിയായി എന്നാണ്. അപ്പോൾ നിങ്ങൾ ചേസ് ചെയ്ത് പോകുന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുകയാണ്. അവർക്ക് മതിയായി, അവർ തിരിച്ചു വരികയാണ്. നെക്സ്റ്റ് കാർഡ് കെമിസ്ട്രി എന്നാണ്. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. എനിക്ക് അമിതമായിട്ടുള്ള ഒരു അഭിനിവേശം ഉണ്ടായിരുന്നില്ല എന്ന് പറയാണ്. പാസ്റ്റിലാണ്. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹത്തിൻ്റെ 1% പോലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തന്നിരുന്നില്ല. അത്രയേറെ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്നേഹം, അതിൻ്റെ ഒരു അംശമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു തന്നിട്ടുള്ളത്. ഈ ഒരു ബന്ധത്തിൽ 100% അഫേർട്ട് എടുത്തിട്ടുള്ളത് നിങ്ങളാണ്. വളരെ കുറച്ച് എപ്പോഴൊക്കെയോ അവർക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് നൽകിയിരുന്ന സ്നേഹത്തെയാണ് കാണിക്കുന്നത്. ഈ ഒരു തിരിച്ചറിവ് അവരിലേക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആരായിരുന്നു, നിങ്ങളുടെ വാല്യൂ എന്തായിരുന്നു തിരിച്ചറിയുന്ന നിമിഷത്തെ ഇവിടെ കാണിക്കുകയാണ്. 2 കാർഡും കൂടി വെക്കുകയാണ്. ഇവിടെ റിമൈനിങ് എന്ന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ്. നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന നല്ല നിമിഷങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്നവർ ചിന്തിക്കുന്നു, പറയുന്നു. നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തിയിട്ടുള്ളത്. അതിപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. കാരണം ഇന്ന് അവർ ജീവിക്കുന്ന ജീവിതത്തിൽ അവരിത്രത്തോളം സന്തോഷിക്കുന്നില്ല. നിങ്ങളോട് തോന്നാത്ത അഭിനിവേശം, നിങ്ങൾക്ക് തോന്നിയിരുന്ന അത്രയും അഭിനിവേശം അവർക്ക് തോന്നിയിട്ടില്ല എന്നാണ്. അതിൽ നിന്നും നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുമ്പോൾ, നിങ്ങളുമായിട്ട് സംസാരിച്ചിരുന്ന നിമിഷത്തിൽ അവർ അത്രയേറെ സന്തോഷവാനോ സന്തോഷവതിയോ ആയിരുന്നു. ഇപ്പോഴാണ് ആ തിരിച്ചറിവ് വന്നിട്ടുള്ളത്. അവരുടെ തെറ്റ് തന്നെയാണ് കാണിക്കുന്നത്. അൺവർത്തി എന്നുള്ള കാർഡാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നിങ്ങളാണ് മികച്ചൊരു വ്യക്തി, ഞാനൊന്നുമല്ല എന്നവർ പറയാണ്. എന്നെക്കാളും മികച്ച വ്യക്തി നിങ്ങളാണ്. നിങ്ങളുടെ നല്ലൊരു മനസ്സാണ്. നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ എന്തായിരുന്നു എന്നവർ മനസ്സിലാക്കി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ്സ് പറയുന്നത്. അവരാണ് ഈ ഒരു സെപ്പറേഷന് കാരണം. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അവരാണ് നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ളത്. ആ ഒരു വേദനയുടെ ആഴം ഇപ്പോൾ അവർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ഇവിടെ നിങ്ങൾ യൂണിവേഴ്സൽ ട്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ്. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സെൽഫ് ലവ് ചെയ്യുക. ആരോടെങ്കിലും ദേഷ്യം വൈരാഗ്യം ഉണ്ടെങ്കിൽ ഹീലാവുക. പ്രപഞ്ചം എന്നിലേക്ക് എല്ലാം സാധിപ്പിച്ചു എന്ന് കരുതുക. നിങ്ങൾക്ക് എന്താണോ ആവശ്യം ആ ആഗ്രഹത്തെ നേടിയെടുക്കാനായിട്ട് എഴുതി വെക്കുക. എൻ്റെ ഇന്ന ആഗ്രഹം യൂണിവേഴ്സ് സാധിച്ചു തന്നതിന് താങ്ക് യു യൂണിവേഴ്സ് എന്നും എഴുതുക. 21 പ്രാവശ്യമാണ് ഞാൻ എഴുതാൻ പറയുക. എൻ്റെ പേഴ്സൺ തിരിച്ചറിവ് വന്നുകൊണ്ട് എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ ആഗ്രഹിച്ച ജീവിതം എന്നിലേക്ക് തന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ പറയുന്നു. ഇവിടെ പേഴ്സണൽ റീഡിങ് വന്നിട്ടില്ല. ഒത്തിരി പേർക്ക് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്.
ഒത്തിരി പേർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഒത്തിരി പേർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊരു കാര്യമാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. എന്താണോ ആഗ്രഹം, ആ ആഗ്രഹത്തെ നിങ്ങൾ മുന്നിൽ കാണുക. നേടിയെടുത്തതായിട്ട് കാണുക. വിഷ്വലൈസേഷൻ വേണം. എന്നിട്ട് എഴുതി വെക്കുക. ആ ഒരു കാര്യം നേടി. പ്രപഞ്ചം എന്നെ അവിടെ എത്തിക്കുന്നു. അവിടെയാണ് യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ റീഡിംഗ് നിർത്തട്ടെ. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.